ചൈനീസ് ഫെങ്ഷു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാസ്തുശാസ്ത്രം പോലെ ചൈനീസ് ഫെങ്ഷു വെച്ചിട്ടാണ് ഇത് കോമൺലി പലരും വെക്കാറുള്ളത്. ഒരു ലക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അത് വോയിസ് ഓഫ് കിച്ചൻ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ ബൈക്ക് സന്തോഷം. നമ്മളിവിടെ നിൽക്കുന്നത് കോലഞ്ചേരിക്കടുത്ത് വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എക്സ്പോർട്ടിംഗ് ഗ്രാഫ്റ്റ്സിൻ്റെ ഇൻഡോർ ഗാർഡൻസിൻ്റെ വാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ലക്കി ബാമ്പു തൊട്ട് ഒരു ആയിരക്കണക്കിന് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള ചെടികളുണ്ട്. നമ്മൾ അവയെല്ലാം ഒന്ന് കണ്ട് അവയെപ്പറ്റി പരിചയപ്പെട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ജോലി. അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്തേക്ക് കിടക്കാം. അല്പം തിരക്കുള്ള സമയമാണ്, എന്നാലും വേണ്ടില്ല, നമുക്ക് അകത്തേക്ക് പോയി ഒന്ന് മൊത്തം നമ്മൾ ഈ ഇൻഡോർ ഗാർഡൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും എൻ്റെ അമ്മോ, ആയിരക്കണക്കിന് വെറൈറ്റീസ് സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. എന്തെല്ലാം ചെടികളാണെന്നറിയാം. നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ആയിരക്കണക്കിന് ചെടികൾ. അതായത് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റിയ, നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ചെടികളെല്ലാം വെക്കാവുന്ന രീതിയിൽ നമ്മുടെ വീട് നല്ല ഒരു പൂന്തോട്ടമാക്കി മാറ്റത്തക്ക രീതിയിലുള്ള ചെടികളും അതിൻ്റെ മറ്റ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് തൂക്കിയിടുന്ന സൈസുണ്ട്, മൂലയിൽ വെക്കുന്ന സൈസുണ്ട്, ഓരോ തട്ടുകളായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇത് കണ്ടിരിക്കുന്ന ഈ ലക്കി ബാമ്പു എന്ന് പറയുന്ന ഈ ചെടി, ഇത് മുള വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് അല്പം വെള്ളവും ഒഴിച്ച് എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഒരു വെപ്പ്. ഇത് ഒരുപാട് വീടുകളിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ ലക്കി ബാമ്പു എന്ന് പേര് വന്നത് തന്നെ. ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇത് പോസിറ്റീവ് എനർജി നൽകുന്നത് കൊണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ പോസിറ്റീവ് എനർജി കാരണം നമുക്ക് അസുഖങ്ങൾ വരെ ഉണ്ടാകാറില്ലെന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം നമുക്ക് ഐശ്വര്യങ്ങൾ വരുന്നത്. പക്ഷേ ഈ ബാമ്പു കൊണ്ട് രക്ഷപ്പെട്ട 1-2 പേര് എനിക്കറിയാം. കാരണം നമ്മുടെ ഈ കോവിഡ് കാലത്ത് ബാമ്പുവിൻ്റെ തൈകളെല്ലാം വാങ്ങിച്ച് വെച്ച് അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ടാണ് കോവിഡ് വന്നത്. അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റാതെ അവർ പറമ്പിൽ കുഴിച്ചു വെച്ച് വലുതായി വന്നു. അവരത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ സെറ്റ് ചെയ്തു അവർ വിപണനം ആരംഭിച്ചു. അതായത് ഓൺലൈനിൽ. ഇപ്പോൾ അവർ കോടീശ്വരന്മാരാണ്. ആളെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, അവരെ പറ്റിയൊക്കെ ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം പോട്ടെ, അതൊക്കെ കൊച്ചു കഥകൾ. അപ്പം ഇങ്ങനെ ലക്കി ബാമ്പു ഉണ്ട്. ഈ ലക്കി ബാമ്പുവിൻ്റെ പല സൈസ് വെറൈറ്റി, അതായത് പല വെറൈറ്റി സൈസ് ഇവിടെയുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. ഇത് സാധാരണ സൗത്ത് ഏഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. സൗത്ത് ഏഷ്യൻ തൈകളാണ് ഇതും. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കി നല്ല ഭദ്രമാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ ഇവർ വിപണനം ചെയ്യുന്നത്. നമ്മളല്ല, ഇവിടെ വിപണനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കുണ്ട് ഇതിന്. ഇത് ഇത്ര ബാമ്പു തൈകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. സാധാരണ 21 എൻ്റെ അറിവ്. എനിക്ക് നിങ്ങളോടൊരു രഹസ്യം പറയാനുണ്ട്. ഇതിൻ്റെ വില 250 രൂപയാണ്.
ഇത് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കെട്ട കഴിക്കണം. ഇതിനകത്ത് കണ്ട് 27-28 ഉണ്ട്. നന്നായിട്ട് നമ്മൾ കിളച്ച്, അതായത് നല്ല പരുവത്തിനാക്കി കുറച്ച് ചകിരിച്ചോറും ചാണകമൊക്കെ ഇട്ടിട്ട് അകത്തി വിനങ്ങ് വെച്ചാൽ ഇത് നല്ല എന്താണ് പന പോലെ കിളുത്ത് വരുന്ന സാധനം. എവിടെ വലിച്ചെറിഞ്ഞാലും കിളുത്ത് വരുന്ന സാധനം ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നു. നമ്മൾ ഇതേപോലെ തന്നെ മുറിച്ചെടുത്ത് അത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ റിബണൊക്കെ കെട്ടി ഒന്ന് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിളുത്ത് വരും. നമുക്കൊരു സ്വയം തൊഴിൽ പദ്ധതി അങ്ങ് ആരംഭിച്ചാലും ഇതെല്ലാവരും മനസ്സിലിരുന്നോട്ടോ കേട്ടോ. ഇത് ലക്കി ബാമ്പു ഇതിൻ്റെ പ്രത്യേകതയൊക്കെയാണ്. ഇത് കോമൺലി പറയുന്നത് ലക്കി ബാമ്പു എന്നാണ്. ചൈനീസ് ഫെങ്ഷുയി വെച്ചിട്ടാണ് അതിനെ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഡ്രസ്സീന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഡ്രസ്സീനയുടെ ബാമ്പു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഇതല്ല, ഇത് ചൈനീസ് ഫെങ്ഷുയി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ വാസ്തുശാസ്ത്രം പോലെ ചൈനീസ് ഫെങ്ഷുയി വെച്ചിട്ടാണ് ഇത് കോമൺലി പലരും വെക്കാറുള്ളത്. ഒരു ലക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അത് അവർ പറയുന്നത് ഇതിനൊരു കണക്കും കാര്യങ്ങളും ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ടൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റ് നമ്മുടെ വീടുകളുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് അത് വെക്കണമെന്നാണ് പറയാം. അപ്പോഴാണ് വീട്ടിലേക്ക് സൗത്ത് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് മണി വരും, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നാണ് അത് കോമൺ ആയിട്ട് പറയാം. പിന്നെ അവരൊരു കെട്ടും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് കോമൺലി വരുന്നത് 2 സ്റ്റെപ്പായിട്ട് വരുന്നത്, പിന്നെ വരുന്നത് 3 സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലെയർ കണക്കായിട്ടാണ് വരുന്നത്. ഇത് 3 സ്റ്റെപ്പാണ്. ഇത് 3 സ്റ്റെപ്പാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് സ്പൈറൽ ബാമ്പു എന്നാണ്. ഇതിങ്ങനെ നീളത്തിൽ ഇത് വന്നിട്ട് ഇവരിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ പേരും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ടാകും. ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇത് കിളുത്തോളും. ഇത് നമ്മുടെ സ്പൈറൽ ബാമ്പു നമ്മൾ പലതും കാണിച്ചു. ഇത് വളരെയധികം ഇലകളോടുകൂടി കിളുത്ത് നിൽക്കുന്ന ഒരു ബാമ്പു ചെടികളാണ്. കണ്ടോ, എല്ലാം വെള്ളത്തിലിങ്ങനെ വേറെ ആയിട്ട് ഇരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഭരണിയിലോ കുപ്പിയിലോ ആക്കി നമുക്ക് ഏതെങ്കിലും ഒരു മുറി വയ്ക്കാം. ഏത് മുറി വെച്ചാലും നമ്മൾ ചെയ്യേണ്ടത് കാറ്റും വെളിച്ചവും കൊള്ളുന്ന മുറിയിൽ വെക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് കാറ്റും വെളിച്ചവും ആവശ്യമാണ്. അപ്പോൾ ആ മുറിയിലേ വെക്കാം. ഈ കാണുന്ന ചെടികളെല്ലാം നമ്മുടെ വീടിൻ്റെ ഷേഡ് ഏരിയയിൽ തൂക്കുന്നതാണ്. അതായത് ഇതൊരു 500 എണ്ണത്തിൽ കൂടുതൽ സൈസ് ഇവിടെ ഉണ്ട്. ഒത്തിരി സൈസുണ്ട്, ഇവിടെ ചുറ്റിലുമുണ്ട്. ഇതെല്ലാം അങ്ങനെ അധികം വെളിച്ചം കൊള്ളാതെ സൂര്യപ്രകാശം ഏക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം തൂക്കുന്ന ചെടികളാണ്. ഇത് ലൈക്കപ്പോഡിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. അതായത് നമ്മുടെ നമ്മളിങ്ങനെ പന്നകളൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ, അതേപോലെ കണ്ടോ ഇത് ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പൂച്ചട്ടിലും വളർത്താലോ, അല്ലേ? ഈ തൂക്കിട്ട് വളർത്തുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചെടിക്കകത്ത് ഇങ്ങനെ അത് വെച്ചാലും അത് ഇതേപോലെ തന്നെ വളർന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കും. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ എൽസ, ഇതെന്താ എൽസ, ഇത് സംഭവം എങ്ങനെയാണ്? ഇത് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റോൺ ടൈപ്പ് ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ലിവിങ് പ്ലാന്റ് ആണ്, ലൈവ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് വരുന്നത് ലിപ്തോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ പറയുമ്പോൾ കോമണായിട്ട് പറയുന്നത് ഇതിനെ ലിവിങ് സ്റ്റോൺസ് എന്നാണ് പറയുക. ലിവിങ് സ്റ്റോൺ. ഇത് സക്കുലൻറ്റിൻ്റെ തന്നെ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ സക്കുലൻറ്റ് പോലെ തന്നെ ഒരു 20 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അന്നേരം ഇതിൻ്റെ ഗ്യാപ്പിൽ നിന്നാണ് ഇതിൻ്റെ ചെടി വരുന്നത്. അടുത്ത ഒരു സ്റ്റെപ്പ് വരും. അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്ന മുകളിലേക്ക്. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ഭംഗി, ഈ സ്റ്റോൺ ഫിനിഷിലുള്ള ഭംഗിയാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് പറഞ്ഞ പിക്ചർ പ്ലാൻ. അതെ, ഇതാണ് നമ്മുടെ പിക്ചർ പ്ലാൻ എന്ന് പൊതുവേ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്ന പിക്ചർ പ്ലാൻ എന്നാണ്. ഇതാണ് ഇര പിടിക്കുന്ന പ്ലാന്റ്. നെഫന്തസ് വിഭാഗത്തിൽ പെടുന്നതാണ്. കാർണിവോറസ്. നോൺ വെജിറ്റേറിയൻസ് ആണ് ഇതിനെ പറയുക. കാരണം ഇതിന്
ഇതാണ് ഇതിന്റെ പ്രേ ചെയ്യുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിലൊരു ജെല്ലുണ്ട്, അത് പ്രാണികൾ വന്നിരുന്ന് അതിനകത്ത് ഇരുന്നിട്ട് അതിൽ നിന്ന് നൈട്രജൻ എടുക്കുക എന്നാണ് അതിന്റെ മെയിൻ ഇത്. അല്ലാണ്ട് ഇതിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ വളങ്ങളും വെള്ളവും ഒക്കെയാണ്. ജന്തുവിനകത്ത് കിടന്ന് ഇങ്ങനെ അലിഞ്ഞ് മരിച്ചു. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രേ ചെയ്യുന്ന ഒരു രീതി. ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. അതെ, നമുക്ക് ഇമ്പോർട്ടഡ് വരുന്നതാണ്. ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി സംഭവം ഉണ്ടല്ലോ. ഉണ്ട്, അത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയും. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ വേറൊരു ഇനം അല്ലേ? പിച്ചർ പ്ലാന്റ് തന്നെ വേറൊരു ഇനമാണ്. കാർണിവോറസിൽ തന്നെ വരുന്ന വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ പിച്ചർ പ്ലാന്റിനേക്കാളും കുറച്ചുകൂടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ കൂടുതലുള്ള വെച്ചാൽ പ്രാണികൾ വന്നതിന്റെ ഈ ക്ലിപ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിപ്പ് ചെയ്യും. ഇത് ഇപ്പം അത്ര മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് അല്ല. മെച്യൂർ ആകുമ്പോൾ കുറച്ചുകൂടെ റെഡിഷ് ആവും ഇതിൻ്റെ അകത്ത്. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുമ്പോൾ പെട്ടെന്ന് ക്ലിപ്പ് ചെയ്യും. നമ്മൾ തൊട്ടാവാടിയൊക്കെ തൊട്ടാവാടിയിലെ പോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതെ, അപ്പൊ അതിന്റെ ആ ഒരു അടപ്പ് അതിന് ആവശ്യമില്ല. ഇതിലാകുമ്പോൾ പെട്ടെന്ന് ഇതിൽ തന്നെ ക്ലിപ്പ് ചെയ്യും. അങ്ങനെയാണ് അതിനെ പിടിക്കുക. അത് ഇങ്ങനെ ഇരുന്ന് അഴുകി അതിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കും. അങ്ങനെയാണ് ഇത് വരുന്നത് വെച്ചാൽ മോസിലാണ് വരുന്നത്. മോസിലാണ് ഇത് നട്ടേക്കുന്നത്. അങ്ങനെയാണ് നമുക്ക്. അപ്പൊ ഇത് എന്തോരം വലുതാവും? ഇത് ഇതുപോലെ പരന്ന് വളരുള്ളൂ. മറ്റേതുപോലെ അങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകില്ല, പരന്ന് വരുന്ന ടൈപ്പാണ്. അടുത്ത ഞങ്ങൾ ബോൺസായി ചെടികളാണ് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ബോൺസായി ചെടികളെ പറ്റി തന്നെ ഞങ്ങളൊരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ വളരെ രസകരമായിട്ടുള്ള ചെടികളാണ്. ഇതിനെപ്പറ്റി ഒന്ന് പറയാം. ഇത് വരുന്നത് ഫൈക്കസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ബോൺസായി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നീണ്ട കാലത്തെ ഒരു ഇതാണ്. സാറ് ഓൾറെഡി ചെയ്താണല്ലോ. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഗ്രാഫ്റ്റ് ചെയ്ത ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേരിലേക്ക് ഈ ഫൈക്കസ് എന്ന പ്ലാന്റിനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് വേറെ, ഇവിടുന്ന് മുകളിലേക്ക് പ്ലാന്റ്. പിന്നെ ഇത് നമുക്കിത് പ്രൂൺ ചെയ്ത് ടൈപ്പ് ചെയ്യാം. പ്രൂൺ ചെയ്ത് നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ആക്കിയെടുക്കാവുന്ന ടൈപ്പാണ്. അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റും കുറയും, ആൾക്കാർക്ക് അഫോർഡബിൾ ആണ്. കാരണം ഒരു എന്താ പറയുക, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ബോൺസായി വാങ്ങുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ഫണ്ട് വേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിലൊരു അഫോർഡബിൾ ആയിട്ട് ചെയ്ത് വന്നേക്കുന്നതാണ് ഈ ടൈപ്പ്. ഇതിന്റെ വലിയ ടൈപ്പാണ് ഈ കാണുന്നത്. ഫൈക്കസ് തന്നെയാണ് പ്ലാന്റ്. ഇതിന്റെ പേര് അഗ്ലോണിമ എന്നാണ്. ഇതിന്റെ അഗ്ലോണിമയുടെ ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ്. ന്യൂ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് വരുന്നത്. അഗ്ലോണിമാസിന് തന്നെ ഒരു 40ഓളം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇതുപോലെ ന്യൂ പിങ്ക് ഉണ്ട്, ഫുള്ളി പിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലീഫിലും ഒരു ഗ്രീൻ പോലും ഉണ്ടാവില്ല. അപ്പൊ അതുപോലത്തെ ഫുൾ ആയിട്ടുള്ള പിങ്ക് ഉള്ള പ്ലാന്റ്സ് വരെ ഉണ്ട്. പിന്നെ അതിന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ടൈപ്പ് ഒക്കെ. ഇത് നമുക്ക് വീടിന്റെ എല്ലാ സൈഡിലും വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇപ്പൊ എത്രയൊക്കെ ഇൻഡോർ ആണെന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും നമുക്ക് ലൈറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പ്ലാന്റ് ആകുമ്പോൾ അതിന് ലൈറ്റ് വേണം. അപ്പൊ നമുക്കൊരു സെമി ഇൻഡോർ ആയിട്ട് വെക്കാൻ നല്ലതായിട്ട് ഇരിക്കുന്നത്. അതായത് നമ്മള് നടക്കല്ല, സിറ്റ് ഔട്ട് അതുപോലുള്ള സ്ഥലത്ത് ഗ്ലാസ് ടോപ്പ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ഇരിക്കും. കാരണം ഡയറക്റ്റ് ലൈറ്റ് വേണ്ട. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ്. അത് സെമി ഇൻഡോർ അല്ലെങ്കിൽ ഇൻഡോർ മാത്രം വെക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഓരോ പ്ലാന്റ് വെക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പ്ലാസ്റ്റിക് പോട്ട്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് പോട്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതല്ല, അതെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റും പ്ലാന്റ്സ് നടാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു സെറാമിക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്ന പോട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ്ലി പോട്ട് ചെയ്യാം. ഇപ്പോൾ വലിയ പ്ലാന്റ്സ്, ഇപ്പോൾ അത്യാവശ്യം വലിയ, ഇപ്പം ഞാൻ കാണിച്ച പോലെ അഗ്ലോണിമ പോലത്തുള്ള വലിയ പ്ലാന്റ്സ് നടാൻ പറ്റുന്ന ടൈപ്സ് ആണ് ഇത്. ഇപ്പോൾ അത്യാവശ്യം ഡ്യൂറബിൾ ആണ് പ്ലാസ്റ്റിക്. എന്നാൽ അതിലും ഡ്യൂറബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ നമുക്കുണ്ട്. അതിലൊന്നാണ് ബെല്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ പോളിമർ പോട്ട്സ് ആണ് നമുക്കുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനേക്കാൾ ഡ്യൂറബിൾ ആയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ. ഇതിലാകുമ്പോൾ നമുക്ക് ഹോളും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇത് തന്നെ എല്ലാം അതിൻ്റെ എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇതിന്റെ കളർ ഈ മെറ്റീരിയലിന്റെ കളറാണ്. നമുക്ക് മറ്റേ പ്ലാസ്റ്റിക് പോട്ട് പോലെ കളർ മിക്സ് ചെയ്ത് വരുന്നതല്ല. ഇതാകുമ്പോൾ മറ്റ് ഔട്ട്ഡോർ വയ്ക്കാൻ പാകത്തിനുള്ള ഡ്യൂറബിലിറ്റി ഇതിനകത്തുണ്ട്. ഇതാണ് ഫിഡിൽ ഫിഗ് അല്ലേ, നമ്മുടെ വീടിനകത്ത്. കുറച്ച് ലൈറ്റ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് ഒക്കെ ഉള്ള ഇതാണെങ്കിൽ നമുക്കൊരു ആ ഒരു ജംഗിൾ ഫീൽ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ വലിയ ഫിഗ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ചെറിയ ടൈപ്പ് ഫിഗുകൾ നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ വീടിനുള്ളിൽ ഒരു മരം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൗന്ദര്യം ഒന്ന് വേറെയാണ്. ഇത് നമ്മുടെ വീടിന്റെ മുകളിൽ മുട്ടിയാൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. വീണ്ടും പൊട്ടിക്കളിക്കും. അപ്പൊ ബ്രാഞ്ചസ് കൂടുതൽ വരും. ഇപ്പൊ ബോൺസായി ഒക്കെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ബ്രാഞ്ചസ് കൂടുതൽ വരും.
അതാണ് അതിന്റെ ഒരു അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ജംഗിൾ ഫീൽ. ഇപ്പൊ ചിലർക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവല്ലോ, വീടിന്റെ അകത്തൊരു ലൈവ് പ്ലാന്റ്സ്. ഇപ്പൊ എല്ലാവരും മറ്റേ പ്ലാസ്റ്റിക് അതിൽ നിന്നൊക്കെ മാറി ആ ഒരു ലൈവ് പ്ലാൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫിഡിൽഫിക. ഈ സെക്ഷൻ മുഴുവൻ നമ്മുടെ കാക്ടസിന്റെ സെക്ഷൻ ആണല്ലേ? ഇത് ഒരുപാട് സൈസ് ഉണ്ടല്ലോ. അതെ, നമ്മളടുത്ത് പല സൈസുകളുണ്ട്. ഇപ്പൊ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രാവശ്യം വന്നതിൽ നമുക്ക് ഫ്ലവറിങ് ആയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഒരു ഫ്ലവറിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇതിന് അധികം എനിക്ക് അറിയില്ല, പ്ലാന്റ് ലവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും കാക്ടസ് പൂത്ത് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാക്ടസ് പൂക്കുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യം. നമുക്കാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. കാരണം നമുക്ക് അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് ഇല്ല, അതിനകത്ത് ഫ്ലവറിംഗ് ആയിട്ട് വരുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട്. അതെ, ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. കള്ളിമുൾ ചെടിയിലെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. നമ്മൾ നോർമലി കാണുന്ന കള്ളിമുൾ ചെടി പോലെയല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂൺ കാക്ടസ് പറഞ്ഞതാണ്. അതിന്റെ കളർ തന്നെ അതിന്റെ ഭംഗിയാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷന് എന്താണ് സംഭവം? ഈ ഒരു സെക്ഷനിൽ വരുന്നത് സക്കുലൻസ് ആണ്. സക്കുലൻസ് ഹവോത്തിയാസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിന് കള്ളിമുൾ ചെടി പോലെ തന്നെ വളരുന്ന ഇതാണ്. ഇത് തന്നെ ഇത് അലോവേര ടൈപ്പാണ്. ഇതും സക്കുലൻ വിഭാഗം തന്നെയാണ്. ഇതൊക്കെ ഹവോത്തിയാസ് സക്കുലൻസിന്റെ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഹവോത്തിയാസ് പറഞ്ഞ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. അതായത് സീബ്ര അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഇതിൽ ഓൾറെഡി തന്നെ വെള്ളം സേവ് ചെയ്ത് എന്നുവെച്ചാൽ കള്ളിമുൾ ചെടിയിലെ പോലെ തന്നെ വെള്ളം സേവ് ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. ഇതിന് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അധികം മെയിൻ്റനൻസ് ഇല്ലാണ്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഇൻഡോർ ഗാർഡനിൽ വന്ന് എല്ലാ കാര്യങ്ങളും കണ്ട് കെൽസനെല്ലാം പറഞ്ഞു തന്ന് വളരെ സന്തോഷം. നമുക്കും സന്തോഷം. അപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലെന്ന് വേണം പറയാം. കാര്യം നമ്മുടെ മനസ്സ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ അല്ലേ? കാരണം നമ്മളൊരു സിറ്റി ലൈഫിൽ നിന്ന് ഒരു ജംഗിൾ വന്ന ഒരു ഫീല്, ആ ഒരു ഫീലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫീല് തരിക എന്നുള്ള ഒരു തന്നെയാണ് നമ്മൾ വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ സ്റ്റെപ്പുകളും ഓരോ ചെടികളും അല്ലേ? അപ്പം നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വരാം. അപ്പം ഗുഡ് ബൈ പറയാം അല്ലേ? ഗുഡ് ബൈ.